ആണ് അല്ലാഹു അവന്റെ മഹാന്മാരായ അംബിയാഇന് കൊടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോഴും സമൂഹം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പഴക്കമുണ്ടെങ്കിലും ഔലിയാഇന് അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനം അവരെ ഓർക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അംബിയാഇനെ അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ ഉപ്പയേക്കാൾ, മരണപ്പെട്ടു പോയ രക്ഷിതാക്കളെക്കാൾ മഹാത്മാക്കളെ ഓർക്കുകയും അവരെ സ്മരിക്കുകയും അവരുടെ പേരിൽ ഫാത്തിഹ ഓതുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു മഹത്തുക്കൾക്ക് കൊടുക്കുന്ന വലിയ ഒരു സ്ഥാനമാണ്. അതാണ് ബഹുമാനപ്പെട്ട മർഹൂം മുക്രി മുഹമ്മദ് ഹാജി നബറല്ലാഹു മർഖദ അവരെ ഓർക്കാൻ ഇത്രയും സാദാത്തുക്കളും ഉസ്താദുമാരും സ്വാലിഹീങ്ങളും സമ്മേളിച്ചത്. ഇതുതന്നെ അവരുടെ വലിയൊരു കറാമത്താണ്. അവരുടെ ജീവിതത്തിൽ അവർ അത്രയും സൂക്ഷ്മത കാണിച്ചു ജീവിച്ചപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ വഫാത്തിന് ശേഷവും അവരെ ഓർക്കുകയും അറിയുകയും അവരെ പേരിൽ മദ്ഹുകൾ പറയുകയും അവരെ പേരിൽ ഖുർആനുകൾ ഓതുകയും അവരെ പേരിൽ ഭക്ഷണം വെച്ചു കൊടുക്കുകയും തുടങ്ങി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത വലിയൊരു കറാമത്താണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെ ആശ്രയിച്ചു, അല്ലാഹുവിലേക്ക് മാത്രമായി ജീവിച്ചു എന്നുള്ളതാണ്. അല്ലാഹു റബ്ബി എന്ന ചിന്തയിൽ ജീവിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ വിഷയങ്ങളും കൊടുക്കുകയാണ്. മോശപ്പെട്ടതിൽ നിന്നൊക്കെ മാറി നിന്ന് തിന്മയൊക്കെ ഒഴിവാക്കി എല്ലാ തെറ്റുകളും മാറ്റി നിർത്തുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സ്ഥാനം കൊടുക്കുകയാണ്, ആളുകളിടയിൽ വലിയ മഹത്വം കൊടുക്കുകയാണ്. അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാം. ഇത്തഖിൽ മഹാരിം തകുൻ അഅ്ബദൻ നാസ്. എന്താണ് പറഞ്ഞത്? തിന്മകൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഹറാമുകൾ നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനം നൽകും, വലിയ മഹത്വം നൽകും. ആ ഒരു വലിയ മഹത്വമാണ് ബഹുമാനപ്പെട്ടവർക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് ദീർഘായുസ് എന്ന് പറയുന്നത്. മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു. ദീർഘായുസ് മാത്രം പോരാ, അഅ്മാലുകൾ നന്നാക്കാൻ കഴിയുക. അൽഹംദുലില്ലാഹ് 112 വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകരാൻ ബഹുമാനപ്പെട്ട മുക്രി മുഹമ്മദ് ഹാജി നവറല്ലാഹു മർഖദക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ പലരുടെയും അനുഭവങ്ങളിലൂടെ, നമ്മുടെ പലരുടെയും ഓർമ്മകളിലൂടെ നാം അറിയുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. എന്നോട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ഹയാത്ത് കാലത്ത് വന്ന ഒരുപാട് അനുഭവങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നോട് വലിയ കേരളത്തിലെ ഒരു വലിയ സയ്യിദ്, പേര് ഞാൻ പറയുന്നില്ല, ആ സയ്യിദ് എന്നോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തില് ഈ മഖാമിനെ കുറിച്ച്, ഈ പ്രദേശത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവരെ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവരിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇൽമിന്റെ അഹ്ലുകാരോടുള്ള വലിയൊരു സ്നേഹം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എന്നോട് പറയുകയാണ്. ഓത്ത് നിർത്തിയിട്ട് മുതഅല്ലിം കാലത്ത് പഠനം നിർത്തിയപ്പോൾ അവർ കുടുംബസമേതം ഇവിടെ മുക്രി മുഹമ്മദ് ഹാജി ഉപ്പാപ്പയെ കാണാൻ വന്നപ്പോൾ വീട്ടിന്റെ മുറ്റത്തേക്ക് വാഹനമിറങ്ങിയ പഠനം നിർത്തിയ ഈ മുതഅല്ലിം ഉടനെ തന്നെ ഉള്ളിൽ നിന്ന് ഉപ്പാപ്പ വിളിച്ചു പറഞ്ഞു, പഠനം നിർത്തി, ഓത്ത് നിർത്തിയ ആൾ ഇങ്ങോട്ട് കയറണ്ട. ആ ഒരൊറ്റ വാക്കാണ് പിന്നീട് ദർസ് പഠനത്തിന് വലിയ അവസരം ഉണ്ടാക്കി കൊടുത്തതും വലിയ പണ്ഡിതനായി, വലിയ മുദരിസായി ഇന്നും അവർ സേവനം ചെയ്യുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ മക്കളില്ലാത്ത വലിയ വിഷമം എന്ന് പറഞ്ഞ ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്കുകൊണ്ട് സമാധാനം കിട്ടിയത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എന്നോട് പറഞ്ഞു. മക്കളില്ലാതെ വലിയ വിഷമത്തോടെ വന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദുആ ചെയ്തു കൊടുത്തു, നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു ആദ്യം സന്തോഷം നൽകട്ടെ, പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് നല്ല മക്കളെ തരട്ടെ. ആ ഒരു പ്രാർത്ഥന ചെറുതല്ല വാക്ക്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുകയും പിന്നീട് അവർ മറ്റൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിലൂടെ നല്ല കുഞ്ഞുണ്ടായി. കൂട്ടത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, ഞാൻ വഫാത്തായാൽ എൻ്റെ അരികിൽ സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾ പോകണം. അങ്ങനെ ആ കുടുംബം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോയതും ബഹുമാനപ്പെട്ടവരെന്നോട് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ഉസ്താദിന്റെ പാസ്പോർട്ട് കാണാതെ പോയപ്പോൾ ബഹുമാനപ്പെട്ട മുക്രി മുഹമ്മദ് ഹാജി പാപ്പയുടെ അരികിൽ വന്ന് പറഞ്ഞു, അവിടെ നിന്ന് പാസ്പോർട്ട് എവിടെ വെച്ചു എന്നറിയുന്നില്ല. ഉടനെ ഇവിടെ വന്ന് വിഷമം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു, അത് എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെയുണ്ട്, നിങ്ങൾ തെരഞ്ഞു നോക്കുക. അങ്ങനെ വീട്ടിലേക്ക് പോയി എത്ര തെരഞ്ഞിട്ടും കണ്ടില്ല. വീണ്ടും പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ വീട്ടിലെ അലമാറയിലെ ഇന്ന പുസ്തകത്തിന്റെ ഉള്ളിൽ നിങ്ങളെ പാസ്പോർട്ട് ഇരിക്കുന്നുണ്ട് എന്ന് മഹാനായ മുക്രി മുഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദ പറയുകയും വീട്ടിലേക്ക് പോയി അത്രയും സമയം പരിശോധിച്ചിട്ട് കിട്ടാത്ത പാസ്പോർട്ട് ഇവിടെ നിന്ന് എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ പോയി നോക്കിയ ആ സ്ഥാനത്ത് ഇരിക്കുന്നതും അത് ലഭിക്കുകയും ചെയ്ത സന്തോഷം വലിയ ഒരു പണ്ഡിതനുണ്ടായത് എന്നോട് പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു അവന്റെ മഹാന്മാരായ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് അവർ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ, സുന്നത്തായ അമാലുകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം ഖുദ്സിയായ ഹദീസ് തന്നെ രേഖപ്പെടുത്തിയതാണ്. മസാല അബ്ദി ബിൻ നവാഫിൽ ഒരാൾ സുന്നത്തായ അമാലുകൾ കൊണ്ട് ഖാലിഖായ റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവരെ ഇഷ്ടം വെക്കുകയാണ്. അങ്ങനെ അല്ലാഹു ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താ പറഞ്ഞത്? കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി വയദഹുല്ലദീ യബ്തുശു ബിഹാ. അള്ളാഹു കൊടുക്കുന്ന ഓഫറാണ്. അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക്, അള്ളാഹുവിന് ഇഷ്ടം വെച്ച് സുന്നത്തുകൾ അധികരിപ്പിച്ച് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നു. അവരുടെ കണ്ണിന്റെ കാഴ്ചക്ക് പരിധിയില്ല. അതുകൊണ്ടാണ് പാടന്തറയിൽ വീട്ടിലിരുന്നു കൊണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു വീടിന്റെ അകത്തടങ്ങളിൽ അലമാറക്കകത്തുള്ള പാസ്പോർട്ട് കാണിച്ചു കൊടുത്തത്. ഇത് നിഷേധിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. പക്ഷേ ഇത് അനുഭവസ്ഥർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവരോട് ചോദിച്ചാൽ അവരുടെ അനുഭവമാണ് വലിയ തെളിവ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞ ഓഫറാണ്. കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സിറു ബിഹി വയദഹുല്ലദീ യബ്തുശു ബിഹാ. അള്ളാഹു കൊടുക്കുന്ന ഓഫർ അവരെ കണ്ണിന്റെ കാഴ്ചക്ക് പരിധിയില്ലാതാക്കും, അവരുടെ കേൾവിക്ക് പരിധിയില്ലാതാക്കും, അവരുടെ സംസാരങ്ങൾക്ക് പരിധിയില്ലാതാക്കുകയാണ്. അവരുടെ ചലനങ്ങളെല്ലാം സാധാരണ ആളുകളെ പോലെയല്ല, അതൊക്കെ വലിയ മഹത്വമുള്ളതായി മാറുകയാണ്. ഇതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതുമ്പോൾ പെട്ടെന്നൊരു ശബ്ദമുണ്ടാക്കുകയാണ്. യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ. ഖുതുബക്കടയിൽ പ്രത്യേകമായ ഒരു സംസാരം കേട്ടപ്പോൾ അസ്ഹാബ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്താ സാധാരണ ഇല്ലാത്ത ഒന്ന് ഇപ്പോൾ? അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? എത്രയോ മൈലുകൾക്കപ്പുറത്ത് യുദ്ധത്തിന് പോയ സാരിയത്ത് റളിയല്ലാഹു അൻഹു, അതാ അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ മലയുടെ പിന്നാമ്പുറത്തിലൂടെ ശത്രുക്കൾ ചതിയിലൂടെ അവരെ ചതിക്കാൻ
എഴുതാൻ വരികയാണ്. ഇത് മദീനത്തെ പള്ളിയിൽ നിന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. സാധാരണ കാഴ്ചയല്ലല്ലോ. അതെ, അത് സാരിയാ തങ്ങൾ കേൾക്കുകയാണ്. അതെ, അവിടുന്ന് വിശാലമായ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് യുദ്ധത്തിന് പോയ സ്ഥലത്തേക്ക് മദീനത്തെ പള്ളിയിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേൾക്കുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കറാമത്തുകള് അത് നിഷേധിക്കാൻ കഴിയൂല, അത് ആർക്കും തന്നെ ഒഴിവാക്കാൻ കഴിയൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കും വലിയ രൂപത്തിൽ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്തു വേണം? അല്ലാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ കൃത്യമായി അറിയുന്നവരാവണം, ആ റബ്ബിലേക്ക് വലിയ ചിന്തയുള്ളവരാവണം. നേരത്തെ ബഹുമാനപ്പെട്ട നൂർ സാദാത്ത് തങ്ങളുപ്പാപ്പ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഇന്ന് ആർക്കും ഒരു സമാധാനമില്ല. ആ സമാധാനത്തിന് വേണ്ടിയാണ് ഔലിയാക്കളുടെ അരികിൽ വരുന്നത്. ആ സമാധാനം തേടിയിട്ടാണ് ഇതുപോലെയുള്ള ആത്മീയ മജ്‌ലിസുകളിൽ വരുന്നത്. ആ സമാധാനങ്ങൾ തേടിയിട്ടാണ് സ്വലാത്തിന്റെ മജ്‌ലിസുകളിലും അതുപോലെ തന്നെ ഖസീദത്തുൽ ബുർദയുടെ മജ്‌ലിസുകളിലും എല്ലാം നമ്മൾ ഓടിയെത്തുന്നത്. ആ സമാധാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥനകളിൽ നമ്മൾ സജീവമാകുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഇത് തന്നെയാണ് നമ്മോട് പറഞ്ഞത്. നിങ്ങൾക്ക് വിഷമുണ്ടോ? നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? മനസ്സിനൊരു സമാധാനവും ഇല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയ സമാധാനത്തിന് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതാണ് ദിക്റിന്റെ മജ്‌ലിസുകളിലൂടെ നമുക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് ആ ദിക്റിന്റെ ഹൽഖകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലാഹുവിലേക്കുള്ള വലിയ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്. എന്നാൽ ഇതേ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ തഫ്സീർ എഴുതുന്നുണ്ട്. ദിക്റുല്ലാഹി ഇസ്മും മിൻ അസ്മാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ ഓർക്കലാണ്, ദിക്ർ ചൊല്ലലാണ്. എന്നാൽ ഇതേ ആയത്തിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. ഓരോ ആയത്തുകളും ഏതെങ്കിലും പരിഭാഷകൾ മാത്രം വായിച്ച് അർത്ഥം വെക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അത് ഖുർആൻ കലാമുള്ളയാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ടാണ് പരിഭാഷകൾ പലതും വീടുകളിലുണ്ടാകും. അത് വായിച്ചു ഖുർആൻ വിലയിരുത്തുന്നവരാവാൻ പാടില്ല. പരിഭാഷകൾ വായിക്കുന്നവരല്ല ഖുർആനിന്റെ ആളുകൾ. അതിന് മുഫസ്സിറുകൾ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അതിലെ ഓരോ വാക്കുകൾക്കും വിശാലമായ അർത്ഥങ്ങളും അതിന്റെ വിശാലമായ കാര്യങ്ങളും ഓരോ ആയത്തുകൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് തഫ്സീർ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മും മിൻ അസ്മാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കന സ്വലാത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തിന് പറ്റിയ നല്ലൊരു വഴി അസ്സലാത്തു അലൻ നബിയ്യി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലലാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്കധികമായി സ്വലാത്തു ചൊല്ലാൻ കഴിയണം. ആ ഹബീബായ തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാവണം. ആ തങ്ങൾക്ക് ഇഷ്ടമുള്ളതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ അടയാളം തന്നെ എന്താ? ആ തങ്ങൾക്ക് ഇഷ്ടമുള്ളതേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത്തിബാ ചെയ്യുക, അത് മഹബ്ബത്തിന്റെ വലിയ ഒരർത്ഥമാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവിടത്തേക്ക് താല്പര്യമില്ലാത്തത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ സാഹചര്യം
സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം നയിക്കേണ്ടതാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല നാം നോക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശൈഖ്. ആ ഉസ്താദുമാരെ കൃത്യമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അയൽവാസികളിലും എല്ലായിടത്തും നല്ല ഒരു ബന്ധമുണ്ടാക്കി എല്ലാവരുടെ വിഷയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഓരോ മുഅ്മിനും മറ്റൊരു മുഅ്മിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, സ്വലാത്തുകൾ അധികരിപ്പിച്ച് ചൊല്ലി തങ്ങളെ ഇഷ്ടം വെക്കുന്നവരായി നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് ചുരുങ്ങിയതാണ്. ബഹുമാനപ്പെട്ട മുക്രി മുഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദയെ ഓർക്കുമ്പോൾ അവർക്ക് ധാരാളം ദീർഘായുസ്സുകളായി 110 വയസ്സിലേറെ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ആയുസ് അത്രയുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. വളരെ കുറഞ്ഞ കാലത്ത് ആയുസ്സുള്ള ഉമ്മത്താണ്. 60ന്റെയും 70ന്റെയും ഇടയിൽ നമ്മുടെ ആയുസ്സുള്ളൂ. കൂട്ടി കിട്ടിയാൽ ഓഫറാണ്. അള്ളാഹു അവന്റെ ഇഷ്ടത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉള്ള ആയുസ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും കൃത്യമായി അംഗീകരിക്കുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാ രൂപത്തിലും അവരോടുള്ള ആത്മബന്ധമായി അവരുടെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് എല്ലാ ദിവസവും ജീവിതത്തെ കൃത്യപ്പെടുത്തുക. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. മോശപ്പെട്ടതിൽ